ശ്രീ PM സുരേഷ് ബാബു, നേരത്തെ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ച ചില വസ്തുതകളുണ്ട്. കേന്ദ്രം അനുവദിക്കുന്ന തുക അത് ഏതു രീതിയിലാണ് സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത്, എവിടെയൊക്കെ ലാപ്സ് ആകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിനൊരു ഉത്തരമുണ്ടോ? സംസ്ഥാന സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള തുക എവിടെയും ലാപ്സ് ആയിട്ടില്ല. അത് വ്യക്തമായിട്ട് പറയാൻ കഴിയാം. പക്ഷേ ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പറഞ്ഞ 48% സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി 52% അൺസ്പെൻഡ് എന്നാണ് രേഖകളിൽ എഴുതുക. അൺസ്പെൻഡ് എന്ന് പറഞ്ഞാൽ അതെടുത്ത് ആർക്കും പറയാം ഇത് ചെലവഴിച്ചിട്ടില്ല എന്ന്. പക്ഷെ അത് ബില്ല് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ബില്ല് കൊടുക്കാതിരിക്കുക. ബില്ല് കൊടുക്കാതിരിക്കുന്നത് എന്താ? ഒരു പക്ഷേ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടാവില്ല. പൂർത്തിയായിട്ടുണ്ടെങ്കിൽ തന്നെ ബില്ല് എഴുതേണ്ടുന്ന ഉദ്യോഗസ്ഥൻ അത് എഴുതിയിട്ടുണ്ടാവില്ല. ബില്ല് എഴുതിയ ഉദ്യോഗസ്ഥൻ്റെ മേലിട്ട് അത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ഒരു പക്ഷേ അത് ചെയ്തിട്ടുണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു സ്പെൻഡ് ചെയ്യപ്പെടാത്തതിൻ്റെ വകുപ്പിൽ പെടുന്ന പല കണക്കുകളും അവിടെ ലോക്കലായിട്ട്, അത് നേരത്തെ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ വർക്ക് നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ കാലതാമസം, അനാവശ്യമായ കാലതാമസം എന്നും പറയാം നമുക്ക്, അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിനെ ആ വാക്കിനെ ഞാൻ നിഷേധിക്കുന്നില്ല. അനാവശ്യമായ കാലതാമസമാകാം, അത് ഇല്ല എന്ന് പറയുന്നതുണ്ടെങ്കിൽ ഓരോ മാറ്ററും നമ്മൾ പരിശോധിച്ചിട്ട് അതിൽ അനാവശ്യമായ കാലതാമസം ഇല്ല എന്നുള്ള അത് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിലേക്ക് നിഗമനം എത്താവൂ. പക്ഷേ നമുക്ക് അനുഭവത്തിൽ കാണാവുന്നത് കൊണ്ട് അനാവശ്യമായ കാലതാമസം എന്ന ഡെഫിനിഷനിൽ അത് നിർത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. പിന്നെ ജയസൂര്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ആ നിയമത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയാണ്, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള വകുപ്പുകളും പാരഗ്രാഫും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നത് മാത്രമാണ് ഒരു വസ്തുത. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഉദാഹരണത്തിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അദ്ദേഹത്തിന് മൃഗത്തെ ഹണ്ട് ചെയ്യാൻ ഉത്തരവ് കൊടുക്കാൻ അതിലുണ്ട്, അധികാരമുണ്ട്. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് ആ ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഒന്ന്, ഓരോന്നോരോന്ന് ഞാൻ പറയാം. ഈ ജീവി വലിയ തരത്തിൽ സംഘർഷമുണ്ടാക്കുന്ന ക്ഷുദ്രജീവിയാണെന്ന ബോധ്യമുണ്ടാകണം. ആ ബോധ്യമുണ്ടാകണം, അയാൾക്ക് ബോധ്യമുണ്ടാകേണ്ടതാണ്. രണ്ടാമത്തത്, അത് ഗർഭിണിയാണോ എന്ന കാര്യം നോക്കണം. മൂന്നാമത്തത്, ഈ ക്ഷുദ്രജീവി തന്നെയാണ് ഈ പറയുന്ന അക്രമം കഴിച്ചുവിട്ടത് എന്ന ബോധ്യമുണ്ടാകണം. ഇതിന് ഇനിയും ധാരാളമുണ്ട്, 5-6 ഉണ്ട്, അല്ല ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ സർട്ടിഫൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഹണ്ടിങ്ങിന് വേണമെങ്കിൽ ഹണ്ടിങ്ങിന് ഉത്തരവ് കൊടുക്കാം. ഈ ഒരു കടുവ വന്ന് അവിടെ നിൽക്കുന്നിടത്ത് തിരുവനന്തപുരത്തിരിക്കുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇവിടെ ഈ കടുവ തന്നെയാണോ നമ്മുടെ ഏതെങ്കിലും കൃഷി നശിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ കടുവ തന്നെയാണോ ആടിനെ കൊന്നത്, ഈ കടുവ തന്നെയാണോ മനുഷ്യനെ ആക്രമിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമുണ്ട്. അത് സാധ്യമല്ല. അതിനൊരു കമ്മിറ്റിയെ വെക്കണം എന്നാണ് പറയുന്നത്. അക്രമമുണ്ടായാൽ ഒരു കമ്മിറ്റി വേണം. ഏതാ കമ്മിറ്റി? ആ കമ്മിറ്റി എന്ന് പറയുന്നത് നാട്ടിലെ ആ പ്രദേശത്തെ ഒരു NGO, ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ, ആ പ്രദേശത്തുള്ള ഒരു ഡോക്ടർ, ആ പ്രദേശത്തുള്ള വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ, അങ്ങനെ 5-6 പേരുള്ള ഒരു കമ്മിറ്റി വിളിച്ച്, സ്ഥിരം സമിതിയല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കേണ്ടുന്നൊരു കമ്മിറ്റിയാണ്. സ്ഥിരം സമിതി വെക്കാൻ പറ്റില്ല. കാരണം എവിടെയാണ് ഈ അക്രമം ഉണ്ടായത് എന്ന് ഉണ്ടാവുക എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി കൂടി, ആ കമ്മിറ്റിയുടെ രൂപപ്പെടുത്തിയ തീരുമാനം ഈ കടുവയെ കൊണ്ടാണ്, ഈ പുലിയെ കൊണ്ടാണ്, ഈ സിംഹത്തെ കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ അക്രമം ഉണ്ടായത് എന്ന് സാക്ഷ്യപ്പെടുത്തണം.
എന്ന് സാക്ഷ്യപ്പെടുത്തി ചീഫ് വൈൽഡ് സ്റ്റാഫിന് CCF മുഖാന്തരമോ മറ്റോ അതിൻ്റെ ചാനൽ ഏതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ ചാനലിലൂടെ പോയി അങ്ങനെ വന്നാൽ മാത്രമേ ഈ ചീഫ് വൈൽഡ് വാർഡന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അത് അഡ്വക്കേറ്റ്, എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യ കണ്ടില്ല. ഈ ഉത്തരവിൻ്റെ വകുപ്പ് മാത്രം എടുത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് റൈഡർ ക്ലോസുകൾ കാണണമായിരുന്നു. ഞാൻ ഇതുകൊണ്ടൊന്നും ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ കടുവ മനുഷ്യനെ പിടിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഒരാളല്ല. എനിക്ക് ആവർത്തിച്ചത് പറയണം. ഞാൻ അതിനെ ന്യായീകരിക്കുന്ന ആളല്ല. ഇതിനൊക്കെ മറുകളും കണ്ട് അതുകൊണ്ട് ചെറിയ മൃഗങ്ങളെ കാട്ടുപന്നി പോലത്തെ ഉപദ്രവകാരികളെ ഇത്തരം കാര്യങ്ങൾക്ക് വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവ് കൊടുക്കാൻ ഈ കേരള സംസ്ഥാന ഗവൺമെന്റാണ്, കേരളത്തിന്റെ വനം വകുപ്പും കേരള ഗവൺമെന്റുമാണ് താഴേട്ട് പഞ്ചായത്ത് ലെവലിലേക്ക് അതിന്റെ അധികാരം ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത്. അത് രേഖകളിലുള്ളതാണ്, അത് നിയമത്തിലുള്ളതാണ്. അങ്ങനെ അത്രത്തോളം ശുഷ്കാന്തിയോടുകൂടി ചെയ്യുന്നത് ഒന്ന് മാത്രം എടുത്ത് കാട്ടി ഈ ഗവൺമെന്റിനെയും ഇതിനെയും വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള ഒരു സമീക്ഷയല്ല, മറിച്ച് അവിടെ രാഷ്ട്രീയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ ജീവനാണ്. നമുക്കാർക്കും തിരികെ കൊടുക്കാൻ കഴിയാത്ത, ക്ഷമിക്കണം, നമുക്കാർക്കും ഒരു മിനിറ്റ് നമുക്കാർക്കും തിരികെ കൊടുക്കാൻ കഴിയാത്ത ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. ആ ജീവൻ നഷ്ടപ്പെടുന്നിടത്ത് രാഷ്ട്രീയത്തെക്കാൾ ഉപരി അതിനോടുള്ള സഹതാപമാണ് ഉണ്ടാവേണ്ടത് എന്ന ആ ഒരു സബ്മിഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. ശ്രീ PM സുരേഷ് ബാബു, അതോടൊപ്പം ഒരു ചോദ്യം കൂടി. ഇതൊക്കെ സാങ്കേതികത്വമാണ്. ചാടി വീഴുന്ന കടുവയും ചവിട്ടിക്കൊല്ലുന്ന കാട്ടാനയ്ക്കുമൊക്കെ മുന്നിൽ ഈ സാധാരണക്കാരായവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് അവരുയർത്തുന്നത്. ഇത് തടയുന്നതിന് വേണ്ടി ഒരു അടിയന്തര യോഗത്തിനും സാധിക്കാൻ കഴിയാത്ത കാര്യക്ഷമമായ പ്രവൃത്തി വനം വകുപ്പിന് കഴിയുമല്ലോ. കാലാകാലങ്ങളായി അത് എന്തുകൊണ്ട് ചെയ്തു തീർക്കുന്നില്ല? അടിക്കാടുകൾ വെട്ടുന്നത്, മൃഗങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്നത്, ക്യാമറ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നത്, അതിനൊക്കെ ഒരു അടിയന്തര യോഗവും വേണ്ടല്ലോ. പക്ഷേ അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് താങ്കൾ പറഞ്ഞ ഈ സഹതാപത്തിൻ്റെ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യങ്ങളും ഈ അക്രമത്തിലെ കാട്ടാനയുടെ ഒരു തരത്തിലുള്ള സംഹാരതാണ്ഡവമോ അല്ലെങ്കിൽ പുലിയുടെ സംഹാരതാണ്ഡവമോ ഒന്നും തടയാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നിരീക്ഷിക്കാം, ക്യാമറ വെക്കാം. പലയിടങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട്. വെച്ച ക്യാമറകളൊക്കെ വളരെ ചെറിയ ദൂരത്തേക്ക് കാണുന്നതാണ്. കിലോമീറ്റർ കണക്കിന് വെക്കാനുള്ള ക്യാമറകളുടെ കാര്യത്തെക്കുറിച്ച് ടെൻഡറൊക്കെ വിളിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കുറെ കൂടി സ്പീഡിൽ വേണ്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കുറെ കൂടി ദ്രുതഗതിയിൽ വേണ്ടതാണെന്നുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മനുഷ്യജീവങ്ങൾ എത്രത്തോളം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിലുള്ള വേവലാതി നിങ്ങളെപ്പോലെ ഈ സമൂഹത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ എന്നെയും അലട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിൽ എനിക്ക് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഞാൻ കണ്ടെത്തുന്നില്ല. പക്ഷേ ഇവിടെയുള്ള വസ്തുതകൾ പരിഹരിക്കപ്പെടാൻ നിയമത്തിൽ ഭേദഗതി വരുത്തിയേ മതിയാവുള്ളൂ. അത് കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ അക്രമം ഉണ്ടാകുമ്പോൾ അവരെ ഹണ്ടിങ് എന്ന നിർവചനത്തിൽ പെടുത്തി വെടിവെക്കാനുള്ള അധികാരം, കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ഏത് ജീവിയെയും വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ അധികാരം കൊടുക്കുന്ന ഒരു നിയമ ഭേദഗതിയിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എല്ലാ മൃഗജീവ സ്നേഹികളും ഇതിനോട് യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമം ഇന്ത്യ രാജ്യത്തുണ്ടാകണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതെ, നിയമം മാത്രം പോരാ, അത് കാര്യക്ഷമമായ ഇച്ഛാശക്തിയോട് നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടം കൂടി വേണം എന്നുള്ളതാണ്.